ഇപ്പോൾ എസ് വിജയകുമാറിനോടൊപ്പം തെർമൽ സ്കാനിങ്ങിന് ശേഷമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന സുപ്രധാനമായ വിവരം പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. വിജയകുമാർ, ഈ തെർമൽ സ്കാനിങ്ങിന് ശേഷം എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഗോപി, ഹാഷ്മി, ഞാൻ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണല്ലോ. അവര് അവിടെ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് നടത്തുന്ന ഡ്രോൺ പരിശോധനയുടെ വിവരങ്ങൾ, അതിന്റെ പ്രാഥമിക പരിശോധനയുടെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഡ്രോൺ ഇമാജിനേഷൻ എന്ന കൊച്ചിയിലെ സ്ഥാപനമാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ആ ജോലി ചെയ്യുന്നത്. അതിന്റെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത്? ഡ്രോൺ പരിശോധന ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലേക്ക് വളരെ വിസ്താരമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചിതറിക്കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ സ്പോട്ട് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ആ പരിശോധനയ്ക്ക് അവരങ്ങോട്ട് ഒരുങ്ങുകയാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത്? ഇത് നിങ്ങൾക്ക് എത്ര ഇന്ന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തെർമൽ ഇമേജിങ് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സ്പോട്ട് ചെയ്തിട്ട് രക്ഷിക്കാനുള്ളത്. നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏരിയൽ മാപ്പിംഗ് സൈഡാണ്. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഈ ഡിസ്ട്രക്ഷൻ നടന്നിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം നമ്മൾ ഫുള്ളായിട്ട് ഏരിയൽ മാപ്പ് ചെയ്യും. ആൻഡ് ലേറ്റർ ഓൺ നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നത്തെ ഡാറ്റ വെച്ച് ട്രേസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ മൊത്തം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് നമ്മൾ ആർമിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ വൺസ് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ താഴെ ഒരു വീട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് കളക്ടർ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സർവേ ഓഫ് ഇന്ത്യ വിളിച്ചിട്ടാണ് ഇപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഈ ചൂരൽമലയിൽ അതിൽ ഏതെങ്കിലും മനുഷ്യന്റെ ആ നിലയിൽ ഇല്ല. കറന്റ് ഇവിടെ ഈ ഭാഗത്തോട്ടില്ല. ഇന്നലെയൊക്കെ ആയിട്ട് ഇവിടെ രക്ഷാപ്രവർത്തനം മോസ്റ്റ്ലി നടന്നല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ മൂവ് ചെയ്യുന്ന ആക്ച്വലി മുണ്ടക്കയം ഏരിയയിലോട്ടാണ്. അവിടെയാണ് ഡിസ്ട്രക്ഷൻ കൂടുതലെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പിന്നീട് വീണ്ടും സംസാരിക്കാം, അവിടുത്തെ റിസൾട്ടോടെ വരട്ടെ. അപ്പോൾ ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ അവർ നടത്തിയ ദൗത്യത്തിൽ അവർക്ക് കാര്യമായി എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ച തരത്തിൽ ഏതെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ഈ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തലാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല, മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ജീവനോടെയോ അല്ലാതെയോ ഒന്നും ആരും അവിടെ ഉണ്ടാവില്ല, ഈ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് വേണം കരുതാൻ. അവർ മുണ്ടക്കൈ മേഖലയിലേക്ക് പോവുകയാണ്. അവിടെയാണ് കുറെ കൂടി വിശാലമായി ഈ പരിശോധന നടത്തേണ്ടത്, ഡ്രോൺ പരിശോധന നടത്തേണ്ടത്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ ഇവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം നടത്തുന്ന പരിശോധനയും ഏതാണ്ട് ഇതിന് സമാനമാണ്. ഇത് ആർമിക്കും ഇതിന്റെ വിവരങ്ങൾ ഇവർ കൈമാറുന്നുണ്ട്. ആർമിക്ക് കൂടി ഈ ലൊക്കേഷനിൽ എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അവിടെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ വീട് കാണുന്നില്ല, അത് ഏത് ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണു, അത്തരം വിവരങ്ങൾ കൂടി അവർക്കത് അതിൽ ഷെയർ ചെയ്യാൻ കഴിയും. അത് വളരെ വിലപ്പെട്ട ഒരു പഠനമായിരിക്കും, അല്ല വിവരമായിരിക്കും അവർ നൽകുന്നത്. നേരത്തെ ആർമിയുടെ ഈ കെഡാവർ പരിശോധന നടത്തുന്ന ആ നിലയിൽ ട്രെയിൻഡായ ഒരു സ്ക്വാഡ് ഡോഗ്സ് ഇവിടെ ഒന്നും പോയിരുന്നു. അതിൻ്റെ പരിശോധനയിലും ഇത് തന്നെയാണ് അവരും ചെയ്യുന്നത്. മണ്ണിനടിയിൽ പുതഞ്ഞുപോയ മനുഷ്യജീവനുണ്ടോ അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ച് അവിടേക്ക് ദൗത്യസംഘത്തെ നയിക്കുകയാണ് അവരും ചെയ്യുന്നത്. ഏതാണ്ട് അതിന് സമാനമാണ് ഇതും. ദൗത്യസംഘത്തെ ഒരു പർട്ടിക്കുലർ മേഖലയിലേക്ക് നയിക്കാൻ ചില വിവരങ്ങൾ കൊടുക്കുകയാണ് ഇവരും ചെയ്യുന്നത്. അപ്പോൾ ഇന്നാണ് അവർ എറണാകുളത്ത് നിന്ന് ആ ജോലിക്കായി ഇവിടെ എത്തിയത്. അവരവരുടെ ജോലി വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ ഏരിയൽ മാപ്പിംഗ് ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. അവിടെ അതിൽ ചുവന്ന കുത്തുകൾ ഉണ്ടെങ്കിൽ, ചുവന്ന പൊട്ടുകൾ വന്നാൽ അതിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ആക്റ്റീവ് മനുഷ്യരുടെയും അല്ലാതെയും ഉണ്ട് എന്ന് പറയുകയാണ്. 286 മരണസംഖ്യ വരും. നിലമ്പൂർ 139, മേപ്പാടി CHC 134. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ ദിവസങ്ങളിൽ ആദ്യമായാണ് മേപ്പാടി CHCയേക്കാൾ ഡെത്ത് കോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കൂടുന്നത്. അതൊരു അലാമിംഗ് സൈനാണെന്ന് പറഞ്ഞാൽ ചാലിയാർ പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആ കണക്ക് കൂടുന്നതിനർത്ഥം. അപ്പോൾ ചാലിയാർ പുഴ നമ്മൾ കണ്ടതാണ്. സൂരജ് സജി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ കൈയുടെ ഒരു ഭാഗം കണ്ടെത്തി എന്നുള്ള വാർത്ത വന്നതാണ്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ചാലിയാർ പുഴയുടെ ഓരങ്ങളിൽ മൃതദേഹങ്ങളാണോ എന്ന പേടിയും ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു തോന്നലിലേക്ക് ആ കണക്ക് എത്തിക്കുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ ആ മേഖലയിൽ നിന്ന് കണ്ടെത്താതിരിക്കട്ടെ എന്നാഗ്രഹിക്കാനേ കഴിയും. 286 നിന്ന് 287 ആവാതിരിക്കട്ടെ എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ എത്രത്തോളം ആ പ്രാർത്ഥന സാധ്യമാകുമെന്നുള്ളത് മുണ്ടക്കൈയിലെ പരിശോധന കഴിഞ്ഞാലും മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങേയറ്റം അങ്ങേയറ്റം ഇല്ലാതായി പോയിരിക്കുന്ന സ്ഥലമാണ് മുണ്ടക്കൈ. പുഞ്ചിരിമട്ടം എന്ന മേഖല നമ്മൾ കണ്ടതാണ്. അവിടെ വീടിരുന്നെടുത്ത് അടിത്തറ പോലും ഇല്ലാതെ ഇളക്കിക്കൊണ്ടുപോയ കുറേയധികം വീടുകൾ